ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത്, പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ. സോറിയാണ് തൃശ്ശൂർക്ക് ഒരു തെറ്റ് പറ്റി. അത് കേൾക്കുന്ന സമയത്തൊക്കെ എന്താ തോന്നുക വേടനെ സംബന്ധിച്ച്? ഇങ്ങനെയുള്ള ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുമല്ലോ. എനിക്ക് സഹതാപമാണെന്നേ തോന്നുക. എനിക്ക് ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് പക്ഷേ അത്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നാണ് ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പൊട്ടനാണോ? ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ്. ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്കതിനങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം ദളിതരുടെ നെഞ്ചത്താണെന്നേ. ഈ RSSന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പോൾ ഒരു പുള്ളിക്കാരെ ഈ അടുത്ത ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നത് കേട്ടു. കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിനെ ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരൻ അത് പറയുന്നത്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ RSSന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മേത്തല്ല, അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത്. അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്കിപ്പോഴും ഉണ്ടാവുമല്ലോ. ആ ചേട്ടന് മനസ്സിലാവില്ലല്ലോ, അടി വാങ്ങിയിരുന്നത് ഞാനല്ലേ. അപ്പൊ ഒരു കാലത്തന്നെ ത്രോട്ട് ഇന്നലെകൾ ഇതുവഴിയേ പോയി.